ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞായറാഴ്ച, അത് കൂടാണ്ട് വിഷുവാണ്. അപ്പോൾ എല്ലാവർക്കും ഒന്നും കൂടി വിഷു ആശംസകൾ നേരാണ്. അപ്പോൾ എൻ്റെ ഫോണിലും പിന്നെ ചാനൽ വഴിയും ഗ്രൂപ്പ് വഴിയും എന്നെ വിഷ് ചെയ്ത എല്ലാവർക്കും തിരിച്ചും വിഷു ആശംസകൾ ഞാൻ കുറേ പേർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്നാലും ചിലതൊക്കെ വിട്ടുപോയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നല്ലൊരു ദിവസം ആരംഭിക്കുകയായി. അപ്പോൾ ഞാൻ പറയാറുണ്ടല്ലോ, സൺഡേ 10-10:30 ശേഷമുള്ള കാര്യങ്ങളാണ് നമ്മൾ സാധാരണ ചെയ്യാറ്. രാവിലെ തന്നെ ഇത് ഞാൻ എണീറ്റ് വന്നപ്പോഴത്തെ കാണിക്കാം കേട്ടോ. നമ്മൾ ഇന്നലെ ഞാൻ കിടക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഓർണമെൻറ്റ്സ് അവിടെ ഇട്ടുണ്ടെന്ന്. ഡാഡിയാന്ന് തോന്നുന്നുണ്ട് രാവിലെ വന്നപ്പോൾ. ഡാഡിക്ക് അറിയില്ലല്ലോ ഇത് എന്തിനായി വെള്ളം വെച്ചതെന്നൊന്നും. ഡാഡി അത് എടുത്ത് കളഞ്ഞു എന്ന് തോന്നുന്നുണ്ട്. എന്തായാലും കണ്ടിട്ടുണ്ടാവും, അല്ലാണ്ട് ഇപ്പോൾ കളയില്ലല്ലോ. അപ്പോൾ അങ്ങനെ അത് പറഞ്ഞപ്പോഴാണ് കേട്ടോ ഇന്ന് ഞാൻ വെള്ളം വെച്ചിട്ടില്ല. ഞാൻ ഈ വോയിസ് ഓവർ കഴിഞ്ഞിട്ട് വേണം വെള്ളം വെക്കാനായിട്ട്. ഇത് കണ്ടപ്പോഴാണ് ഞാനത് ഓർത്തത്. അപ്പോൾ എന്തായാലും ഞാൻ ഇപ്പം തന്നെ അതെടുത്തിട്ട് അങ്ങോട്ട് വെക്കാമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. അതിൻ്റെ ഒച്ചയാണ് നിങ്ങളിപ്പോൾ ഈ കേട്ടത്. അപ്പോൾ അങ്ങനെ ഞാൻ രാവിലെ നമ്മുടെ വിഷുക്കട്ട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇന്ന് പുലർച്ചെ എന്താണെന്ന് അറിയില്ല, അപ്പോൾ അതില്ലാണ്ട് രാത്രിയിൽ എനിക്ക് തീരെ ഉറക്കമുണ്ടായില്ല. ഒട്ടും ഉറങ്ങിയില്ല എന്ന് തന്നെ പറയാം രാവിലെ. അതുകൊണ്ട് നേരത്തോടെ ഞാൻ എണീറ്റു കേട്ടോ. അപ്പോൾ ഞാൻ എണീറ്റ വഴിക്ക് അരി കുറച്ചെടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു, പച്ചരി എടുത്തിട്ട്, നല്ല പച്ചരി എടുത്തിട്ട്. അങ്ങനെ ഡാഡി എനിക്ക് നാളികേരം ചിരകി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിഷുക്കട്ട ഉണ്ടാക്കാമെന്ന് ചോദിച്ചു. പാച്ചോറല്ല, വിഷുക്കട്ട. അപ്പോൾ വിഷുക്കട്ടയ്ക്ക് ഞാൻ മറ്റേ ബെല്ലം ഉരുക്കാൻ, ശർക്കര ഓൾറെഡി പൊടിയാണ്. ശർക്കരയിൽ 2 ഏലക്കായ ഇട്ടിട്ട് അത് ഞാൻ അവിടെ തിളപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് ചോറ് എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ലോണം അരി കഴുകിയതിന് ശേഷം നമ്മളുടെ ഉപ്പിട്ടിട്ട് 3 പാൽ, നാളികേരപ്പാൽ 3 പിഴിഞ്ഞിട്ട് അതിൽ 3 പാൽ ഒഴിച്ചിട്ടാണ് ഞാൻ കുക്കറിൽ വെച്ചിട്ട് ഒരു 2 വിസിലടിച്ചു. അപ്പോൾ ഒന്ന് നല്ലോണം വേവുമല്ലോ. വെന്തതിന് ശേഷം ഞാൻ നമ്മളുടെ കടായിലേക്ക് ഇട്ടിട്ടാണ് നമ്മളുടെ വിഷുക്കട്ട ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ കടായിലേക്ക് ഇട്ടതിന് ശേഷം അപ്പോൾ നമ്മുടെ ഇൻഡസിൻ്റെ പുതിയ പാത്രങ്ങൾ, അപ്പോൾ ഞാൻ രാവിലെ തന്നെ ഡിവൈൻ അതിൻ്റെ വീഡിയോ എടുത്തു കൊടുത്തു. അപ്പോൾ തോന്നുന്നത് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് പോസ് ചെയ്ത് തരണതാണ് കേട്ടോ. ഇപ്പോൾ ചട്ടമ്പി. അപ്പോൾ ഞാൻ ആ വീഡിയോ എടുത്തതിന് ശേഷമാണ് ഇവർ മാർക്കറ്റിലേക്ക് പോയത്. മാർക്കറ്റിൽ പോയി വന്നതിന് ശേഷമാണ് കേട്ടോ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. അപ്പോൾ നമ്മുടെ ചാക്കൊച്ചൻ്റെ ഇവിടെ ഇരിക്കുന്നു. പാച്ചുട്ടൻ എണീറ്റിട്ടുണ്ട്, അപ്പുറത്തുണ്ട്. ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല. അപ്പോൾ ഞാൻ ആകെ ഇവിടെ തിരക്കിലാണ്. അപ്പോൾ ഞാൻ ഡിവൈൻ വീഡിയോ എടുത്തതിന് ശേഷം ഞാൻ പറയാം ഇങ്ങനെ മുടിയൊക്കെ കെട്ടിയപ്പോൾ നല്ല ഭംഗിയുണ്ടെന്ന്. അപ്പോൾ അങ്ങനെ ഞാൻ കുക്കറിൽ നിന്ന് ഈ ചോറ് നേരെ കടായിലേക്ക് മാറ്റി. ഇത് നമ്മളുടെ ഇൻഡസിൻ്റെ കടായിയാണ് കേട്ടോ. സൂപ്പർ പാത്രങ്ങളാട്ടോ ഇത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതിൻ്റെ ചെറുത് 2 സോസ് പാനും ഇതും ഞാൻ ഇന്നലെയൊക്കെ കാണിച്ചില്ല. ഇത് പുതിയതാണ്, ഇപ്പോൾ ഇന്നലെ വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ അതിൽ 3 പാൽ ഒഴിച്ച് കുക്കറിലിട്ട് വേവിച്ച് 2 പാൽ ഒഴിച്ച് ഒന്ന് നല്ലോണം ഒന്ന് കുറുതായി എന്ന് നമുക്ക് തോന്നുമ്പോൾ തമ്പാലും കൂടി ഒഴിച്ചതിന് ശേഷം അത് ഉപ്പും കുറച്ച് ജീരകത്തിൻ്റെ പൊടി ഞാൻ ഇട്ടു കേട്ടോ. അപ്പോൾ ജീരകത്തിന് പകരം പൊടിയാണ് ഇട്ടത്. അങ്ങനെ ഇട്ടിട്ട് ഞാനത് വേവിക്കാം കേട്ടോ. അപ്പോൾ ഇവർ ആ സമയം കൊണ്ട് മാർക്കറ്റിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവരിറങ്ങിയേക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആ ഗ്യാപ്പിൽ എനിക്ക് ചെയ്യാനുള്ള അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ, പിന്നെ കുറച്ച് നേരം ഞാൻ ഗ്രൂപ്പിലിരുന്നു. അപ്പോൾ ഇങ്ങനെ ഫ്രീ ആവുന്ന സമയത്താണ് ഞാൻ ഗ്രൂപ്പിൽ ആക്റ്റീവ് ആവുക. അപ്പോൾ കുട്ടികളോട് എല്ലാവരോടും വിഷു അല്ലേ, അവരെ എല്ലാവരും വിഷ് ചെയ്തു. പിന്നെ അവരുടെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. അതുപോലെ കുറച്ച് നേരം വാസതിയോട് സംസാരിച്ചു. അങ്ങനെ ഈ സമയത്താണ് ഞാൻ കുറച്ചധികം നേരം അവിടെ ഫ്രീ ആയിട്ടിരുന്നത് കേട്ടോ. കാരണം ഉച്ചയ്ക്ക് ഓൾറെഡി നമ്മൾ സദ്യയാണെന്ന് മനസ്സുകൊണ്ട് തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. സദ്യ വാങ്ങിക്കുക എന്നുള്ളത്, സദ്യ ആണെന്നല്ല തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ ഭാരപ്പെട്ട പണിക്ക് നിന്നില്ല. പിന്നെ അവർ വരുമ്പോൾ എനിക്ക് എന്തായാലും നമുക്ക് എല്ലാവർക്കും പണിയുണ്ടാവും. കാരണം ഇറച്ചിയും സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് പച്ചക്കറി ഒന്നും വാങ്ങിക്കേണ്ടെന്ന്. കാരണം ഭയങ്കരമായിട്ട് പെട്ടെന്ന് കേടാവണം, ഈ ചൂടിൻ്റെയാണെന്ന് തോന്നുന്നുണ്ട്. പിന്നെ അങ്ങനെ അധികം ഉപയോഗിക്കണമില്ല. അങ്ങനെ വിഷുക്കട്ട റെഡി ആയിട്ടുണ്ട്, തമ്പാലൊക്കെ ഒഴിച്ച് റെഡിയാക്കി. അപ്പോൾ ചിലർ എങ്ങനെയാണെന്ന് വെച്ചാൽ നാളികേരം ഇടും. പക്ഷേ ഞാൻ പാച്ചോറിലാണ് നാളികേരം ഇടുക. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിലിട്ടില്ല കേട്ടോ. ചിരകിയ നാളികേരം ബാക്കി ഉണ്ടായിരുന്നത് ഞാൻ പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ വെക്കുക ചെയ്തത്. ഇതിപ്പോൾ ശർക്കര വെള്ളം. ഇതിലിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഡിമ്പിളും കാര്യമായിട്ട് കഴിക്കില്ല, ഞാനും അങ്ങനെ ഇതൊഴിച്ച് കഴിക്കില്ല. എനിക്കിതിങ്ങനെ വെറുതെ കഴിക്കാനാട്ടോ ഇഷ്ടം. ആ ഉപ്പും ആ നാളികേരപ്പാലൊക്കെ കലർന്നിട്ടുള്ള ആ ചോറ് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പാച്ചോറ് ഉണ്ടാക്കാറുണ്ട് കേട്ടോ. വിഷുക്കട്ട ഞാൻ അങ്ങനെ അധികം ഉണ്ടാക്കാറില്ല, വിഷുവിന് തന്നെ ഉണ്ടാക്കാറുള്ളൂ. അങ്ങനെ ഡിവൈൻ്റെ ഡാഡീനെ ചക്ക കാണിച്ച് കൊതിപ്പിക്കുക. കാരണം ഡാഡി ഭയങ്കര വിലയ്ക്ക് ചക്ക വാങ്ങിക്കൊണ്ടുവന്നത്. ഡിവൈൻ എങ്ങനെയാണെന്ന് വെച്ചാൽ സ്ഥിരം പോകുന്ന അണ്ണാച്ചിയുടെ കടയിൽ നിന്ന് അവർ നല്ല ചക്ക നോക്കിയിട്ട് വിഷു അല്ലേ കൊടുത്തു തോന്നുന്നുണ്ട്. അപ്പോൾ ഇവിടെ ബാച്ചും തോമോടി വന്നിട്ട് ഇവിടെ കളിയാണ് കേട്ടോ, 2 ആളും കൂടിയിട്ട്. അപ്പോൾ ഡോണങ്ക വരുമ്പോൾ 2 ആൾക്കും ഒരുപോലെ മറ്റേ മൊബൈൽ കളിക്കുന്നത്. മൊബൈലല്ല ശരിക്കും അത് കേട്ടോ, വാട്ടർ ഗെയിമാണ് അത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് 2 ആളും കൂടിയിട്ട്
കളിക്കുകയാണ്. അവിടെ രാത്രി ആയപ്പോഴേക്കും രണ്ടും രണ്ട് നിലയ്ക്ക് പൊട്ടിയിട്ടാണ്. അപ്പോൾ അത് വേറെ. അപ്പോൾ അങ്ങനെ ഇറച്ചി മീനും സംഭവങ്ങളൊക്കെ കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഇനി ഇതിന് നിന്നാൽ മതി, കാരണം ഇതിന് നിന്ന് കഴിഞ്ഞാൽ നേരം പോണത് അറിയില്ല. അപ്പോൾ അങ്ങനെ ചായ റെഡിയായി. അത് കഴിഞ്ഞ് ഞാൻ സാധാരണ ഇലയിലാണ് ഇത് ഇങ്ങനെ ആക്കിയിട്ട് മുറിക്കുക. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇല ഉച്ചയിലത്തേക്ക് എന്തായാലും വേണം. കാലത്ത് ഞാൻ നമ്മുടെ പാത്രത്തിൽ തന്നെ ആവാമെന്ന് വിചാരിച്ചിട്ട് നമ്മളുടെ കൊച്ചു പാത്രം ഉണ്ടല്ലോ അതിൽ ശരിക്ക് പരത്തി, അപ്പോൾ ശരിക്ക് കട്ടായിട്ട് കിട്ടും നമുക്ക് കേട്ടോ. ഒഴിച്ചെങ്ങനെയാണെന്ന് വെച്ചാൽ കഴിക്കാം. 5 പേർക്ക് കലക്കി എടുത്തത്, അതായത് ഞങ്ങൾ വലിയൊരു 5 പേർക്ക് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ കുഞ്ഞു പാത്രത്തിൽ കൊടുത്തു. തോമ് തിന്നില്ല തോന്നുന്നുണ്ട്, പാച്ചു അതിൽ നിന്ന് ഇങ്ങനെ കട്ടകൾ വാരി തിന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ രാവിലത്തെ ഇതിപ്പോൾ ഓച്ചു കിട്ടിയ വഴിക്ക് ഉപ്പ് നോക്കണതാട്ടോ. അപ്പോൾ സമാധാനത്തിലിരുന്ന് ഡൈനിങ് ടേബിളും ഇരുന്നിട്ട് തന്നെയാണ് കഴിച്ചത് കേട്ടോ. കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞ്, കാരണം വളരെ റിലാക്സ് ചെയ്ത് കഴിക്കാവുന്ന സമയം ഉണ്ടായിരുന്നു. അപ്പോഴേക്കും ഡാഡി ചക്ക ഒരു കഷ്ണം പൊളിച്ച് അത് കഴിക്കാനായിട്ട് വെച്ചു. ഡാഡിക്ക് ചക്ക എന്ന് പറഞ്ഞാൽ ഭയങ്കര വീക്ക്നെസ്. എനിക്കും അത് കണ്ടാൽ തിന്നത് സൂപ്പർ ചക്കയായിരുന്നു കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് കുട്ടികൾ 2-3 സെക്ഷനായിട്ട് നീങ്ങി. ഓച്ചു നമ്മുടെ ഞണ്ട് വെക്കാൻ നിന്നു. അപ്പോൾ അവിടെ മുനമ്പത്ത് വെച്ച് ശീലമായിട്ട് അവൾക്ക് വെക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞണ്ട് ഓച്ചുവിനെ ഏൽപ്പിച്ചു. പിന്നെ നമ്മുടെ ഫിഷ് കഴുകലും ബീഫ് കഴുകി വെക്കലൊക്കെ ഡിവൈൻ, ഇത് പട്ടിയുടെ കാര്യങ്ങളൊക്കെ ഞാൻ. അങ്ങനെ 3 സെക്ഷനായിട്ട് തിരിഞ്ഞു കേട്ടോ. അങ്ങനെ ഓരോന്ന് ഒതുക്കി കൊണ്ടുവരണം. അപ്പോൾ മീൻ കഴുകി വെച്ചതിന് ശേഷം ഞാനാണ് മറ്റേ ഉപ്പും മുളകൊക്കെ തിരുമ്പി വെച്ചത്. അപ്പോഴേക്കും നമ്മൾ സദ്യക്ക് ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓർഡർ ഓൺ ദ വേ ആണ്. അപ്പോഴേക്കും പായസം വന്നിട്ടുണ്ടായിരുന്നു. പായസം മഹേശ്വരി എന്നാണ്. ഞങ്ങൾ സാധാരണ പിഷാരഡീസിൽ നിന്ന് മഹേശ്വരി എന്നാണ് വാങ്ങിക്കാറ്. പക്ഷേ 2 കൊടുത്തും കഴിഞ്ഞു, അവരുടെ ഓർഡർ കഴിഞ്ഞു, ഓർഡറിൻ്റെ ടൈം കഴിഞ്ഞു. പിന്നെ നമ്മൾ ഫ്ലെയിം ആൻഡ് ഗോ എന്ന് പറഞ്ഞിട്ട് കോട്ടയം എന്നാണ് വാങ്ങിയത്. പക്ഷേ വിചാരിച്ചത്ര അങ്ങോട്ട് നന്നായില്ല. സംഭവം ടേസ്റ്റ് ഉണ്ട്, പക്ഷേ ഒട്ടും ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നില്ല. ഒട്ടും എന്ന് പറഞ്ഞാൽ ഒട്ടും ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതും ഇവിടെ ഞണ്ടിൻ്റെ പണിയാണ്. ഇതും ഈ പറഞ്ഞ പോലെ ഇൻഡസ് വാലിയുടെ പുതിയ മറ്റേ ഇതാണ് കേട്ടോ, ബിരിയാണി പോട്ടാണ്. അപ്പോൾ ഞാനിത് ഓരോ ദിവസത്തേക്കുള്ളത് ഉപ്പും മുളകും മസാലയൊക്കെ പുരട്ടി. ഞാൻ സാധാരണ എന്താ ചെയ്യാന്ന് വെച്ചാൽ, കുട്ടികൾ ചോദിക്കാറുണ്ട് എന്താ ചെയ്യാറെന്ന്. ഞാനിതിങ്ങനെ പുരട്ടിയിട്ട് ഫ്രീസറിലേക്ക് വയ്ക്കും. ഫ്രീസറിലേക്ക് വെച്ചിട്ട് ഇപ്പം നമ്മൾ ഇന്ന് ഉച്ചയ്ക്കാണ് എടുക്കേണ്ടതെന്ന് വെച്ചാൽ ഒന്നുകിൽ ഇന്നലെ രാത്രി എടുത്ത് ഫ്രിഡ്ജിലേക്ക് വയ്ക്കും, അല്ലെങ്കിൽ രാവിലെ എടുത്ത് പുറത്തേക്ക് വയ്ക്കും. അങ്ങനെ ചെയ്യുക. ഇതാണ് കേട്ടോ നമ്മളുടെ അവിടെ നിന്ന് വന്ന സദ്യ. ഒരു ചെറിയ ഇതിൽ മാത്രം ഒരാൾക്കുള്ള ഭക്ഷണം കഴിക്കാനുള്ളത് മാത്രമേ ഉണ്ടാവുള്ളൂ. ശരിക്കും വയറ് നിറച്ച് തിന്നുന്ന ഒരാൾക്കാണെങ്കിൽ ആ ചോറ് ഒട്ടും തികയില്ലായിരുന്നു കേട്ടോ. അങ്ങനെ അതിൻ്റെ ഇടയിൽ ഡിവൈൻ മാംഗോ ഷേക്ക് അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര ചൂടാണല്ലോ, അതിൻ്റെ ഇടയിൽ ഷേക്ക് കുടിച്ചു. ഞങ്ങൾ ഊണ് കഴിക്കാൻ ശരിക്ക് എനിക്ക് തോന്നുന്നു ഒരു 2 മണി 1:30 കഴിഞ്ഞു. കാരണം ചോറ് വന്നപ്പോൾ 2 ചോറുള്ളൂ. അപ്പോൾ അത് തികഞ്ഞില്ലെങ്കിലോ, നല്ലൊരു ദിവസമായിട്ട് തികയാണ്ട് വരണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചോറ് എക്സ്ട്രാ വെച്ചു കേട്ടോ. അപ്പോഴേക്ക് ഇവരുടെ ഞണ്ടിൻ്റെ കറി ഇവിടെ ഓക്കെ ആയി. അങ്ങനെ എന്താ പറയുക, ഉച്ചയ്ക്ക് ഒരു 2 മണിയാകുമ്പോഴേക്കും കംപ്ലീറ്റ് അങ്ങനത്തെ പരിപാടികൾ കഴിഞ്ഞു. അപ്പോഴേക്കും സദ്യ വന്നു. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞത് സദ്യ. സാധാരണ എങ്ങനെയാണെന്ന് വെച്ചാൽ പിഷാരഡീസിൽ നിന്നൊക്കെ വരുമ്പോൾ ഈ വലിയ പാത്രത്തിലാണ് സാമ്പാറും ഇതൊക്കെ ഉണ്ടാവുക. രണ്ടാമത്തെ ആ വട്ടനെയുള്ള കുഞ്ഞു പാത്രത്തിലാണ് ഉപ്പേരിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. ഇവിടെ നേരെ തിരിച്ചാണ്. ഏറ്റവും കുഞ്ഞിത് നമ്മുടെ സോസൊക്കെ കിട്ടുന്ന പാത്രത്തിലാണ് സാധനങ്ങൾ ഉണ്ടായിരുന്നത്. സാമ്പാറൊക്കെ കുഞ്ഞിയ പാത്രത്തിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു തൃപ്തിയാണ്. സംഭവം ഞങ്ങൾക്ക് തികഞ്ഞെങ്കിൽ പോലും ഒരു സാധാരണ ഒരു കുടുംബത്തിന് അതൊട്ടും തികയില്ല കേട്ടോ. 2 ആൾക്ക് പോലും ശരിക്കും കഴിക്കാൻ പറ്റാത്ത പോലത്തെ ഫുഡായിരുന്നു. പക്ഷേ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങൾ വളരെ കുറവ് കഴിക്കുന്നവരായതുകൊണ്ട് നമ്മൾക്കത് തികഞ്ഞു. സാമ്പാർ കുറച്ച് ബാക്കി വന്നു, രസമൊക്കെ ഉണ്ടായിരുന്ന കാരണം അങ്ങനെ ബാക്കി വന്നു കേട്ടോ. അങ്ങനെ 3:30 ആയപ്പോഴേക്കും ഞാൻ എല്ലാവരും ഡിവൈനും കുട്ടികളും കയറി. ഡിംപിളും കൊച്ചും ഡാഡിയും പോയി. പിന്നെ ഞാൻ മാത്രം നിൽക്കുമ്പോഴാണ് കംപ്ലീറ്റ് ഒതുക്കലും കാര്യങ്ങളും ചെയ്യാറ് കേട്ടോ. അപ്പോൾ ഞാൻ ബീഫ് 3 ആക്കി വെച്ചു, അതായത് ചാറായിട്ട് കഷ്ണിട്ട് വെക്കാനായിട്ട്, പിന്നെ കട്ട്ലേറ്റിലേക്ക്. പിന്നെ ഞാൻ വിചാരിച്ചു ഒരു തുണ്ട് അച്ചാറിടണം. കുറേ നാളായി ബീഫ് അച്ചാർ ഇട്ടിട്ട് എന്ന് വിചാരിച്ചിട്ട്. എനിക്ക് പറഞ്ഞ പോലെ കുറേ പണികളുടെ ഇടയിൽ എനിക്ക് ഇങ്ങനത്തെ എൻ്റെ കുറേ ഇഷ്ടങ്ങളുണ്ട്. അപ്പോൾ അതിന് ഞാൻ എങ്ങനെയെങ്കിലും നേരം കണ്ടെത്തും കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞത് ഈ പാത്രങ്ങൾ കണ്ടോ, കുഞ്ഞു പാത്രങ്ങളിലായിരുന്നു മറ്റേ കറികൾ. അത്രയും കുറഞ്ഞ ക്വാണ്ടിറ്റി ആയിരുന്നു കേട്ടോ, ഒട്ടും ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ പറയാം. അങ്ങനെ അതൊക്കെ പാത്രം കഴുകലൊരു വലിയ പണിയായിരുന്നു. അത് സംഭവം ചിലർ ഡിസ്പോസിബിൾ അങ്ങനെ എടുത്ത് കളയും. പക്ഷേ ഞാൻ വിചാരിക്കും എന്തിനെങ്കിലും പിന്നീട് ആർക്കെങ്കിലും ഉപയോഗിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനത് കഴുകി ഉണക്കി എടുത്ത് വെക്കും കേട്ടോ. നല്ല പാത്രങ്ങളല്ലേ, പിന്നെ പ്ലാസ്റ്റിക് കളയാനും പറ്റില്ല. അപ്പോൾ അത് വരുന്നവർക്കല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ.
അങ്ങനെ എല്ലാം കഴിഞ്ഞത് അവരുടെ കാര്യങ്ങളും അവർക്കുള്ള പാലും പെഡിഗ്രിയും ഒക്കെ കൊടുത്തിട്ടാണ് ഞാൻ പതുക്കെ അകത്തേക്ക് കയറിയത്. ഉച്ചകാലത്തെ പരിപാടികൾ അവസാനിപ്പിച്ചത് കേട്ടോ. അങ്ങനെ ഞാൻ അടുക്കളയും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം തുണികൾ ഇന്നലത്തെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഇത് കണ്ടില്ല, അടുക്കളയുടെ സൈഡിൽ അപ്പടിക്ക് എടുക്കേണ്ടി ഞാൻ ഇതിപ്പോഴും ഞാൻ പറഞ്ഞപ്പോൾ ഓർത്ത് എടുക്കാൻ മറന്നിട്ടുണ്ട്. ഇങ്ങനെ വശത്തുള്ള എല്ലാ തുണികളും ഞാൻ എടുത്ത് അതൊക്കെ മടക്കിയതിന് ശേഷമാണ് ഞാൻ കിടക്കാൻ പോയത്. കിടക്കാമെന്ന് പറഞ്ഞാൽ റെസ്റ്റ് ചെയ്യാനായിട്ട് പോയത്. ഡാഡി ഓൾറെഡി അവിടെ കിടന്നു, ഹോളിൽ കിടക്കാൻ ഇപ്പോൾ ഏറ്റവും സുഖം. അപ്പോൾ അങ്ങനെ ഞാൻ തുണികളും കാര്യങ്ങളൊക്കെ ഒതുക്കി. ഇപ്പോൾ കുട്ടികൾ എണീറ്റ് വന്നാൽ അവരാരുടെ തുണികളെടുത്ത് കൊണ്ടുപോകാൻ വേണ്ടു. അവരാരെന്ന് പറഞ്ഞാൽ ഡിമ്പിളുടെ ഉണ്ടാവുള്ളൂ കേട്ടോ, ഡിവൈൻ്റെ മുകളിലാണ് ഉണക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് എടുക്കാനാണ് എളുപ്പം. അപ്പോൾ ഇത് പല ഡിസൈനിലുള്ള ചെയിനുകളാണ് കേട്ടോ. അപ്പോൾ 6 പിടിയും 8 പിടിയും 10 പിടിയും ഒക്കെ ഉണ്ട്. അപ്പോൾ ഏതെങ്കിലും ഡിസൈൻ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെയൊക്കെ കുറേ കുട്ടികളുണ്ട് താലിമാല എന്തെങ്കിലും ഒരു ആവശ്യത്തിന് എടുത്തിട്ട് സെയിം ഉണ്ടോ അത് കനവും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് പറഞ്ഞാൽ ഞാൻ അതുപോലെ നിങ്ങൾക്ക് തരാറുമുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടപ്പെട്ട നിങ്ങൾ അന്വേഷിക്കുന്ന ഡിസൈനുകൾ ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ ഇതിപ്പോൾ നമ്മളുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. അതുപോലെ ഈ കമ്മൽ, ഇത് മുമ്പ് കുറച്ച് കമ്മലുകൾ ഇതുപോലെ പോയിരുന്നു, പിന്നെ നമ്മളത് കൊണ്ടുവന്നിരുന്നില്ല. ഇപ്പോൾ വീണ്ടും കുറേ കുട്ടികൾ ചോദിച്ചപ്പോൾ നമ്മളത് റീസ്റ്റോക്ക് ചെയ്തതാണ്. അപ്പോൾ അത് വീണ്ടും ആ ഫോട്ടോസ് തന്നെയാണ് എടുത്ത് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ പിന്നെ തെറ്റില്ലല്ലോ. അപ്പോൾ എനിക്ക് രണ്ടാമത് എടുക്കാനും മടിയാണ്. അപ്പോൾ ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഡിവൈൻ എടുത്ത് വെച്ചിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളും, ഡിവൈനോ ഡിംപിളോ എടുത്തിട്ടുള്ള ഫോട്ടോസാന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ എനിക്ക് എളുപ്പമായില്ലോ അത് നിങ്ങൾക്ക് കാണിച്ച് തരാനും. അപ്പോൾ ഇങ്ങനത്തെ കുറേ സംഭവങ്ങൾ ഉണ്ട് കേട്ടോ, ഫാൻസി സംഭവങ്ങളും 2-3 ഐറ്റംസ് ഉണ്ട്. പിന്നെ നമ്മുടെ ഇന്ന് ക്ലിപ്പിൻ്റെ ബാഗിൽ കുറേ ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ പുതിയത് വന്ന കാരണം ഞാൻ അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് മെനക്കെട്ടിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയിലാണ് ചായ കുടിച്ചു. ചായക്ക് ഇന്ന് ഡിവൈൻ സോസേജും പിന്നെ നമ്മൾ നഗറ്റ്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതൊക്കെ വറുത്തിട്ട് അതാണ് ചായയുടെ കൂടെ കഴിച്ചത്. എന്നിട്ടാണ് ഞാൻ ഈ ഓർണമെൻറ്റ്സിൻ്റെ സംഭവത്തിൽ ഇരുന്നത് കേട്ടോ. അതിരുന്നപ്പോൾ ഞാൻ എന്തെങ്കിലും ഒന്ന് കുറിക്കാനായിട്ട് അടുത്ത് വയ്ക്കും. ഒന്നെങ്കിൽ ഗ്രീൻ പീസ് വറുത്തതോ കപ്പലണ്ടിയോ അല്ലെങ്കിൽ കൊള്ളി വറുത്തതോ എന്തെങ്കിലും 2 കഷ്ണം അടുത്ത് കൊണ്ട് വെക്കും കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇന്ന് എല്ലാവരും വട്ടട്ടിരുന്നിട്ടാണ് ഓരോ കാര്യങ്ങൾ, വളയുടെ കാര്യമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയും പറയുകയും ചെയ്തിരുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇവരിതേ പടക്കം പൊട്ടിക്കണ പേടിച്ചിട്ട് കിയ ആദ്യമേ കിടന്നുറങ്ങി. അപ്പം ഞാൻ അവരുടെ കാര്യങ്ങൾ കഴിച്ച് കഴിഞ്ഞിട്ട് പോന്നു കഴിഞ്ഞാൽ പിന്നെ അവരുടെ വശത്തേക്ക് പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അവർക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് പോന്നു. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് പൊറോട്ടയും നമ്മുടെ ഞണ്ട് ഞാൻ പറഞ്ഞില്ലേ പൊന്നു വെച്ചിട്ടുണ്ടായിരുന്നു, ക്രാബ് റോസ്റ്റും ആയിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ നേരത്തോടെ എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് കഴിഞ്ഞോടുകൂടി ഞങ്ങളുടെ ഭക്ഷണവും കഴിച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് കുറച്ചധികം ഓർഡറുകൾ എഴുതാനും പോസ്റ്റ് ചെയ്യാനുള്ളതും കാര്യങ്ങളൊക്കെ ഒരുക്കി കുട്ടി വെക്കാനുണ്ട്. അപ്പോൾ ഞാനിതിങ്ങനെ ഒരുക്കി കുട്ടി വെച്ചിട്ട് രാവിലെ ഡാഡി എണീറ്റ് അത് പാക്ക് ചെയ്ത് പോസ്റ്റ് ചെയ്യുക സാധാരണ കേട്ടോ. അപ്പോൾ ഇതാണ് ആ ബിരിയാണി പോട്ട്, ഇൻഡസ് വാലിയുടെ നല്ല പാത്രങ്ങളായിരുന്നു കേട്ടോ. അതായത് കാസ്റ്റ് അയണിൻ്റെ അത് ഞാനങ്ങനെ ഉപയോഗിച്ച് തുടങ്ങിയിട്ടില്ല. ഇത് നല്ല പാത്രം, ഒരു സംശയം വേണ്ട, ധൈര്യമായിട്ട് എല്ലാവർക്കും വാങ്ങിക്കാം കേട്ടോ, നല്ല പാത്രങ്ങൾ. അങ്ങനെ ഇവിടുത്തെ പരിപാടികൾ കംപ്ലീറ്റ് കഴിഞ്ഞു. രാത്രിയിലത്തെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. എല്ലാവരും അവരവരുടെ റൂമുകളിലേക്ക് പോയി. അത് കഴിഞ്ഞിട്ടാണല്ലോ എൻ്റെ സമയം. അപ്പോൾ എനിക്ക് ഇവരൊക്കെ പോയാലും എനിക്കിതുപോലെ വോയിസ് ഓവർ കൊടുക്കാനും എടുക്കാനൊക്കെ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി മറക്കാണ്ട് വട്ടയിൽ വെള്ളം വെക്കണം എനിക്ക്. അത് കഴിഞ്ഞിട്ട് വേണം കിടക്കാനായിട്ട്. അപ്പോൾ സമയം 11 മണിയായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ അങ്ങോട്ട് ഭംഗിയായിട്ട് അവസാനിപ്പിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ പോലെ ഈ വർഷം മുഴുവൻ എല്ലാ ഐശ്വര്യവും എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കണം, നല്ലൊരു വർഷം ആശംസിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നാളെ നമുക്ക് കാണാം കേട്ടോ. എല്ലാവർക്കും ബൈ.